ദൈവത്തിൻ്റെ കരുണ മാനവകുലത്തെ മാത്രമല്ല പ്രപഞ്ചത്തെ മുഴുവൻ പൊതിയുന്ന സുന്ദര സുദിനം. തൻ്റെ രണ്ടാം വരവിന് മുൻപായി ലോകത്തിന് ഈശോ വെച്ച് നീട്ടിയ അവസാന ആശ്രയം, ദ ലാസ്റ്റ് റിക്കോഴ്സ്, അതാണ് ദൈവ കരുണയുടെ തിരുനാൾ. പാപമില്ലാത്തവരായി നമ്മിൽ ആരുമില്ല. കുമ്പസാരത്തിലൂടെ പാപമോചനം ലഭിക്കുമ്പോൾ എല്ലാമായി എന്ന് നാം കരുതുന്നു. എന്നാൽ ഉത്തമമായ അനുതാപത്തോടെ മനഃപൂർവ്വം പാപങ്ങൾ മറച്ചുവെക്കാതെ വീണ്ടും പാപം ചെയ്യുകയില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടെ നടത്തുന്ന കുമ്പസാരം നമ്മെ നിത്യശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുന്നു. എന്നാൽ പാപത്തിൻ്റെ ഫലമായ താൽക്കാലിക ശിക്ഷ അഥവാ വിശുദ്ധ കുർബാനയിലെല്ലാം നാം ഏറ്റുപറയാറുള്ള പാപക്കടം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരു സർജറി കഴിഞ്ഞ് അതിൻ്റെ പാടുകൾ അവശേഷിക്കുന്നത് പോലെ പാപത്തിൻ്റെ താൽക്കാലിക ശിക്ഷ കുമ്പസാര ശേഷവും നിലനിൽക്കുന്നു. കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ പാപങ്ങളുടെ പൊറുതിയും അവയുടെ താൽക്കാലിക ശിക്ഷയുടെ പരിഹാരവും ഒരു പൂർണ്ണ ദണ്ഡവിമോചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. അപ്പോഴും കുമ്പസാരിക്കാൻ മറന്നുപോയ പാപങ്ങളും അവയുടെ കടങ്ങളും നമ്മിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കാൻ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചാൽ മാത്രം പോരാ, പാപത്തിൻ്റെ ചെറിയ ലാഞ്ചന പോലും ഹൃദയത്തിൽ ഉണ്ടാകുവാനും പാടില്ല എന്നാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കെ ദൈവകരുണയുടെ തിരുനാൾ ഈശോ വിശുദ്ധ ഫൗസ്തീനായോട് പറഞ്ഞതുപോലെ ആഘോഷിക്കുന്നൊരാത്മാവിന് ഏറ്റുപറഞ്ഞ പാപങ്ങൾക്ക് മാത്രമല്ല, ഏറ്റുപറയാൻ മറന്നുപോയതായ പാപങ്ങളുടെ ശിക്ഷയിൽ നിന്നുള്ള പൂർണ്ണ മോചനവും, അതായത് നിത്യശിക്ഷയിൽ നിന്നും താൽക്കാലിക ശിക്ഷയിൽ നിന്നും സമ്പൂർണ്ണ മോചനവും നൽകുന്ന തിരുനാളാണ് ദൈവകരുണയുടെ തിരുനാൾ. ഇത് ഒരു പൂർണ്ണദണ്ഡ മോചനത്തേക്കാൾ ഉപരിയാണ്. പ്രിയമുള്ളവരെ, ഈ തിരുനാൾ നാം ഈശോ വിശുദ്ധ ഫൗസ്തീനായോട് പറഞ്ഞതുപോലെ കൊണ്ടാടിയാൽ ഈ ദിവസം നമ്മുടെ ഭൂതകാലവും അതിലെ മുഴുവൻ വീഴ്ചകളും മായ്ക്കപ്പെടുകയും ഇപ്പോൾ മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തിയെപ്പോലെ ഇപ്പോൾ മരിച്ചാൽ നേരിട്ട് സ്വർഗത്തിൽ ചെല്ലാൻ സാധിക്കും വിധം നിർമ്മലരായി തീരുകയും ചെയ്യും. അതിനാൽ ഈ തിരുനാളിനെ രണ്ടാം മാമോദീസ എന്നും തിരുനാളുകളുടെ തിരുനാളെന്നും സഭ വിളിക്കുന്നു. ഈ അതിസ്വാഭാവിക കൃപ നഷ്ടപ്പെടുത്തരുത്. ദൈവകരുണയുടെ നൊവേന ചൊല്ലി ദുഃഖവെള്ളിയാഴ്ച മുതൽ ഈ തിരുനാളിനായി നാം ഒരുങ്ങേണ്ടതായിരുന്നു. എന്നാൽ ഇതൊന്നും ചെയ്യാത്തവർക്കും ഈ തിരുനാളിൻ്റെ മുഴുവൻ കൃപകളും ലഭിക്കാൻ ഏറ്റവും മിനിമമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ഈ തിരുനാളിനോട് ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ ഈ തിരുനാൾ ദിനത്തിൽ തന്നെ കുമ്പസാരിച്ച് വരപ്രസാദാവസ്ഥയിൽ തിരുനാൾ ദിവ്യബലി, അതായത് പുതുഞായറാഴ്ച കുർബാന, അതായത് ഈ ഞായറാഴ്ചയുള്ള ദിവ്യബലി അർപ്പിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുക. രണ്ടാമതായി, അന്ന് തന്നെ പരിശുദ്ധ പിതാവിൻ്റെ നിയോഗത്തിനായി ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു വിശ്വാസ പ്രമാണം, ഒരു ത്രിത്വ സ്തുതി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുക. ഇത്രയേ വേണ്ടൂ ഈ ഉന്നത കരുണ സ്വന്തമാക്കാൻ. ഏറ്റവും മിനിമം കാര്യങ്ങളാണ് ഞാൻ പങ്കുവച്ചത്. ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് രാത്രിയിലാണ്, നിങ്ങൾക്ക് കുമ്പസാരിക്കാൻ സാഹചര്യമില്ല, ഭയപ്പെടേണ്ട, മനസ്സിടിയേണ്ട. ഇത് കരുണയുടെ തിരുനാളാണ്. നിയമത്തിൻ്റെ നൂലാമാലകളിൽ നിങ്ങളെ കെട്ടിയിടാനല്ല, കൃപയുടെ സമൃദ്ധിയിൽ നിങ്ങൾക്ക് സമ്പൂർണ്ണ മോചനം നൽകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ദിവസം ഒരു മനുഷ്യനും ദൈവകൃപ നഷ്ടമാകാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. ഒരു നിമിഷം കണ്ണടച്ച് ഏറ്റവും ആഴമായ സ്നേഹത്തോടെ വന്നുപോയ വീഴ്ചകളെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കരുണയുടെ തിരുനാൾ കുർബാനയ്ക്കായി ഓടുക. കുർബാനയുടെ മധ്യയുള്ള അനുതാപ പ്രാർത്ഥനയിലും കണ്ണുനീരോടെ തെറ്റുകൾ ഏറ്റുപറയുക. ഏറ്റവും അടുത്ത അവസരത്തിൽ, അതായത് ഒരാഴ്ചക്കുള്ളിലെങ്കിലും കുമ്പസാരിച്ചു കൊള്ളാം എന്ന ദൃഢ നിശ്ചയത്തോടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുക. ഇനി ഗൗരവമായ മാരകപാപങ്ങളുള്ളവർ തങ്ങളുടെ ഹൃദയത്തിലേക്ക് ആത്മീയമായി ഇറങ്ങി വരാൻ ഈശോയോട് ആവശ്യപ്പെട്ടുകൊണ്ട് ദിവ്യകാരുണ്യ സ്വീകരണ സമയം മുഴുവൻ മുട്ടിൽ നിന്നോ നിന്നുകൊണ്ടോ പ്രാർത്ഥിക്കുക. ഈ ദിവസം ഒരു മനുഷ്യനെയും സ്പർശിക്കാതെ തമ്പുരാൻ കടന്നു പോവുകയില്ല. എല്ലാം ഒന്നുകൂടി തുടങ്ങാൻ ഒന്നേ എന്ന് തുടങ്ങുവാനുള്ള ദിവസമാണ് ഇന്ന്. ഭൂതകാലത്തിലെ ഏറ്റവും കഠിനമായ ഗൗരവതരമായ വീഴ്ചകളെപ്പോലും മറന്ന്
പുതിയ ജീവിതം ആരംഭിക്കാൻ ദൈവം നൽകിയ സുവർണാവസരം. ഈ വർഷം ഈ തിരുനാൾ കൂടുതൽ കൃപകൾ സ്വന്തമാക്കാനുള്ള അവസരമാണ്. കാരണം 2025 എന്നത് ജൂബിലി വർഷം കൂടെയാണ്. എല്ലാ ബന്ധനസ്ഥരും സ്വതന്ത്രരാകുന്ന, എല്ലാ കെട്ടും അഴിയുന്ന, എല്ലാ രോഗപീഠയും സുഖപ്പെടുന്ന, ദൈവമകൻ്റെ അഥവാ മകളുടെ സ്വാതന്ത്ര്യം പ്രകടമായി നമുക്ക് ലഭിക്കുന്ന ഈ ഉന്നത കരുണയുടെ ഈ ജൂബിലി വർഷത്തിൻ്റെ ഈ മഹാപ്രളയ ദിനത്തിനായി ഒരുങ്ങാം. ഡോണ്ട് മിസ് ദിസ് എക്സ്ട്രാ ഓർഡിനറി ഗ്രേസ്. ഈ തിരുനാളിനായി ദേവാലയത്തിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ തിരികെ വരുന്ന ധൂർത്തപുത്രനെ നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങളുടെ കലവറ തുറന്നു വെച്ച് കാത്തിരിക്കുന്ന സ്വർഗീയ പിതാവിനെ നമുക്ക് കാണാം. ഓടിച്ചെല്ലാം, ആശ്ലേഷിക്കാം. നമ്മുടെ അധരങ്ങളല്ല, കണ്ണുനീർ തുള്ളികൾ സംസാരിക്കട്ടെ. ദൈവകരുണയുടെ തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനകളും നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.